ആ പടം കഴിഞ്ഞാൽ പറഞ്ഞു നീ പഠനം പൂർത്തിയാക്കി പോയിട്ട് പഠിക്കൂ, ബാക്കിയുള്ള പഠിച്ചിട്ട് ഈ പരിപാടിക്ക് വന്നാൽ മതി. അത് വളരെ ചെറിയ പയ്യനായിരുന്നു. എന്റെ കസിന്റെ മകൻ കൂടിയാണ് സൗബിൻ. പലർക്കും അറിയില്ല അത്. സൗബിന്റെ ഫാദർ നിർമ്മിച്ച സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു മഹാദ്രോഹി കൂടിയാണ് ഞാൻ. പച്ചക്കുതിര എന്ന് പറയുന്ന പടം ദിലീപും കൂടി ചേർന്നിട്ട് അതിന്റെ നിർമ്മാതാവ് കൂടിയാണ് സൗബിന്റെ ഫാദർ. ബാബു ഷായർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫാസിലിന്റെ കൂടെ ഇപ്പൊ കൈതപ്പുറം പറഞ്ഞ പോലെ തന്നെ ബാബു ഈ ചലച്ചിത്ര ജീവിതം തുടങ്ങിയ ഫാസിലിന്റെ കൂടെയാണ്. ബാബുവിന്റെ വിവാഹ ജീവിതമൊക്കെ തുടങ്ങുന്നത് ആ കാലഘട്ടത്തിലാണ്. സൗബിന്റെ ഉമ്മ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ കസിനാണ്. സൗബിൻ ഈ പച്ചക്കുതിരയിൽ എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് ഇതേപോലെ ജിയോ ബേബിയോട് പറഞ്ഞ പോലെ ഞാൻ ആ പടം കഴിഞ്ഞാൽ പറഞ്ഞു നീ പഠനം പൂർത്തിയാക്കി പോയിട്ട് പഠിക്കൂ, ബാക്കിയുള്ള പഠിച്ചിട്ട് ഈ പരിപാടിക്ക് വന്നാൽ മതി. അന്ന് വളരെ ചെറിയ പയ്യനായിരുന്നു. വാപ്പയുടെ പ്രൊഡക്ഷനിൽ കൂടെ ഉണ്ടായിരുന്നു, എന്റെ കൂടെ സിനിമയിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞ് തിരിച്ചയച്ചതാണ്. അതുകൊണ്ട് സൗബിൻ അന്ന് എന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടക്ക് വെച്ചിട്ട് പഠനം മുറിഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നീട് സൗബിൻ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ ഉയരത്തിലെത്തി ഏറ്റവും വലിയ അഭിമാനമുണ്ട് സൗബിന്റെ വളർച്ചയിൽ. അതിന് കാരണം സൗബിൻ നടൻ മാത്രമല്ലല്ലോ, സംവിധായകൻ. മലയാളത്തിലെ അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമ പറവ എന്ന് പറയുന്ന സിനിമ മലയാള സിനിമയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ്. അതിമനോഹരം.